ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനമായി വരാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്ന സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ. അങ്ങയുടെ വചനം വിശ്വാസമായി മാറട്ടെ. അങ്ങയുടെ വചനം ഞങ്ങളെ എൻലൈറ്റൻ ചെയ്യട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാ ശക്തിയോടെ പ്രവർത്തിച്ചിരിക്കുക സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ നന്ദി പറയുന്ന എല്ലാം നസ്രാന യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. വേദം വായിച്ചു തുടങ്ങാം. സങ്കീർത്തനങ്ങൾ 57 സങ്കീർത്തനം 2 വാക്യം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഓ പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഇപ്പം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുവാണ്, ഒരു വിശ്വാസ പ്രഖ്യാപനയോടെ നടത്തുവാണ്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പം സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ വിശ്വാസത്തോടെ പറയുവാണ്, എനിക്ക് വേണ്ടി കുറച്ച് നിർവഹിക്കുന്നതല്ല. ആത്മീയ കാര്യങ്ങളെ നിർവഹിക്കുന്നു, പക്ഷെ ഭൗമിക കാര്യങ്ങളെ നിർവഹിക്കാത്ത ഒരാൾ ദൈവത്തേക്ക് സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പം ഇതിനോട് കൂടി സങ്കീർത്തനക്കാരൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. നമുക്കതിലോട്ട് നോക്കാം. അതേ സങ്കീർത്തനത്തിൽ 4 വാക്യം. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും നാവും മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ഓ പ്രൈസ് ദി ലോർഡ്. പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ കിടക്കുന്നു. പല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. അപ്പം ഒരു സമയത്ത് ഇതിന് തൊട്ട് മുമ്പ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം അത് കഴിഞ്ഞ ഉടനെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ കുറിച്ചാണ്. സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, കുന്തങ്ങൾ വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. നമുക്ക് ദൈവമക്കൾ, പുതിയ നിയമവിശ്വാസികളായ നമുക്ക് നമ്മുടെ ശത്രു ജഡരക്തങ്ങളല്ല. പക്ഷെ നമ്മുടെ ഓരോ നന്മയും അപഹരിക്കാൻ ശ്രമിക്കുന്ന പിശാചാണ്. നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന യഹൂദാ ഗോത്രത്തിലെ സിംഹം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടി നടക്കുന്ന ഒരു ശത്രുവായ പിശാച് നമുക്കുണ്ട്. ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ, വെളിച്ചദൂതൻ്റെ വേഷത്തിൽ മനുഷ്യനെ കബളിപ്പിക്കാനായി പിശാചിൻ്റെ ദാസന്മാരും ഉണ്ട്. നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സകലവും അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായ പിശാചും നമുക്കെതിരെയുണ്ട്. സങ്കീർത്തനക്കാരൻ ഇവിടെ വളരെ ക്ലിയറായിട്ട് പറയും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പിന്നെ അതേ ശത്രുക്കളെ പറ്റി പറയുന്നു, അലറുന്ന സിംഹം പോലെ അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. നമുക്കറിയാം, നമ്മുടെ ശത്രു ജഡരക്തങ്ങളല്ല, പക്ഷേ നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായിട്ടൊരു ശത്രുവായ പിശാചും നമുക്കെതിരെയുണ്ട്. യഹൂദാ ഗോത്രത്തിലെ സിംഹം നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ,
അലറുന്ന സിംഹം പോലെ ആരെ പിഴുകൊണ്ട് നോട് നടക്കുന്ന ഒരു പിശാച് നമുക്കെതിരെയുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അതേ സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം വായിക്കും. അവർ എൻ്റെ കാലടികൾക്കൊരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവൻ തന്നെ വീണു. ശത്രുവിൻ്റെ പദ്ധതിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ദൈവമക്കളായ നമുക്ക് പിശാചിൻ്റെ പദ്ധതി വളരെ സിമ്പിളാണ്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ ശത്രു, കള്ളൻ, പിശാച് വരുന്നില്ല. നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, സകലവും അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായ പിശാചും നമുക്കെതിരെ. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാം. ഒരു പ്രാവചനിക രീതിയിൽ സങ്കീർത്തനക്കാരനോട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം സകലവും നിർവഹിക്കുന്ന ഒരു ദൈവത്തെ പറ്റി പറയുന്നു. അത് കഴിയുമ്പോൾ എതിർത്ത് നിൽക്കുന്ന, നന്മ നശിപ്പിച്ചു കളയുന്ന ശത്രുവിനെ പറ്റി പറയുന്നു. ഒരിക്കലും ഞാൻ പറയട്ടെ, കർത്താവ് നമുക്ക് സകലവും നൽകി സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നാൽ നമ്മളോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും ദൈവഹിതം അനുസരിച്ച് സകലവും നൽകുന്ന ഒരു കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ അറുപ്പാനും മുടിപ്പാനും അലറുന്ന സിംഹം പോലെ ഓടി ആരെ വിഴുങ്ങേണ്ടി നടക്കുന്നത് നമുക്ക് എതിർക്കുന്ന പിശാചും നമുക്കുണ്ട്. ചിലർക്ക് ഇതൊക്കെ എന്തിനാ പറയുന്നത്? കർത്താവിനെ പറ്റി പറഞ്ഞാൽ പോലെ കർത്താവിന് സാധ്യമായിട്ട് വല്ല വെറുതെ ഇങ്ങനെ പിശാചിനെ പറ്റി ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവജനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ നമ്മളെപ്പറ്റി ക്ലിയറായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. സർവായുധ വർഗം ധരിപ്പാൻ പഠിപ്പിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. അത് മനസ്സിലാക്കി എതിർത്ത് നമുക്ക് ജയം പ്രാപിക്കാം. നമ്മൾ എന്തൊക്കെ കണ്ടു? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. നമുക്ക് വേണ്ടി സകലവും ദൈവത്തിനനുസരിച്ച് സകലവും തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പക്ഷെ സകല നന്മയും അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും പിശാച് നമുക്കെതിരെയുണ്ട്. സ്തോത്രം. യഹൂദ ഗോത്രത്തിലെ സിംഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് നടക്കും ഒരു പിശാചൻ നമുക്ക് എതിരെയുണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി എതിർത്ത് നമുക്ക് ജയം പ്രാപിക്കും. ഇത്രയും മനസ്സിലാക്കി നമുക്ക് നേരത്തെ നോക്കിയ വേദഭാഗം കൂടെ നോക്കാം. ഇതേ സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ഇനിയും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പലപ്പോഴും ശത്രുവായ പിശാച് നമ്മളോട് എതിർത്ത് നിൽക്കുന്ന മനുഷ്യരുടെ വാക്കുകളിലൂടെയാണ്. ചിലപ്പോൾ നമ്മുടെ തന്നെ വാക്കുകളായിരിക്കാം, നമ്മുടെ കൂടെയുള്ള സ്നേഹിതരുടെ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ളവരുടെ വാക്കുകളായിരിക്കാം, നമ്മളോട് എതിർത്ത് നിൽക്കുന്നവരുടെ വാക്കുകളായിരിക്കാം. പലപ്പോഴും പിശാച് നമ്മളെ പുറകോട്ട് വലിക്കുന്ന, അവൻ്റെ പദ്ധതിയിലോട്ട് തള്ളിയിടാൻ നോക്കുന്ന മനുഷ്യരുടെ വാക്കുകളിലൂടെയാണ്. ചിലപ്പോൾ നമ്മുടെ തന്നെ അവിശ്വാസത്തിൻ്റെയോ മടുപ്പിൻ്റെയോ മുഷിവിൻ്റെയോ വാക്കുകളായിരിക്കും. വേറെ ആരും ചിലപ്പോൾ പോകേണ്ടി വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരുടെ ആയിരിക്കാം. പലപ്പോഴും പിശാച് നമ്മളെ പുറകോട്ട് വലിക്കുന്ന മനുഷ്യരുടെ വാക്കുകളിലൂടെയാണ്.
അത് മനസ്സിലാക്കുന്ന വേറൊരു വേദഭാഗം നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 11:9. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ വാക്കുകളായിരിക്കാം, സ്നേഹിതരുടെ വാക്കുകളായിരിക്കാം. ചിലപ്പോൾ നമുക്ക് തോന്നാം, ഞാൻ എൻ്റെ നാവ് കൊണ്ട് വലിയ പ്രശ്നമുള്ള വാക്കുകളൊന്നും പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അടുത്തുള്ളവരൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ നിരാശയുടെ വാക്കുകളായിരിക്കാം, മടുപ്പിൻ്റെ വാക്കുകളായിരിക്കാം, മുഷിവിൻ്റെ വാക്കുകളായിരിക്കാം. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. ആ വാക്കുകളിലൂടെ പിശാച് നമ്മളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഒരു മേജർ ഏരിയ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ വലിയ പ്രശ്നമുള്ള വാക്കുകളായിരിക്കണമെന്നില്ല. പക്ഷെ ദൈവവചനം പറയുന്നത് ചെറുകുറുക്കന്മാരെ സൂക്ഷിച്ചു കൊള്ളുക. ഒരുപക്ഷെ നിരന്തരമായിട്ട് മടുപ്പിൻ്റെ വാക്കുകളായിരിക്കാം, നിരാശയുടെ വാക്കുകളായിരിക്കാം, നമ്മൾ തന്നെ പറയുന്ന വാക്കുകളായിരിക്കാം. ആ വാക്കിലൂടെ പിശാച് നമ്മളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. നാവ് മൂർച്ചയുള്ളവരുടെ മനുഷ്യപുത്രന്മാരിൽ നാവ് മൂർച്ചയുള്ളവരുടെ ഇടയിൽ ഞാൻ കിടക്കുന്നു. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ നാവ് കൊണ്ട്, വാക്കുകൾ കൊണ്ട് പിശാച് എങ്ങനെ നമ്മളെ പുറകോട്ട് വലിക്കാൻ മനസ്സിലാക്കാം. ചിലപ്പോൾ ആത്മീയരുടെ വാക്കുകളായിരിക്കാം, സാധാരണക്കാരുടെ വാക്കുകളായിരിക്കത്തില്ല. ചിലപ്പോൾ കൂടെയുള്ള ആത്മീയ ഉന്നതരുടെ വാക്കുകളായിരിക്കാം. പക്ഷെ പിശാചുടെ നാവിനെ ഉപയോഗിച്ച് നമ്മളെ പുറകോട്ട് വലിക്കാൻ വളരെ സാധ്യതയുണ്ട്. കാരണം സ്പെസിഫിക്കായിട്ട് ദൈവവചനം നമ്മളെ വാൺ ചെയ്യുന്നു, വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവവചനത്തിൽ നിന്നൊരു ഉദാഹരണം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഉദാഹരണം വേറെ ആരുമല്ല, നമുക്ക് ഈ വേദഭാഗം വായിച്ചു തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. അതിന് പത്രോസ്, കർത്താവേ, നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പ്രൈസ് ദ ലോർഡ്. 12 ശിഷ്യന്മാർ ബോട്ടിലുണ്ട്. പക്ഷേ ഇങ്ങനെ ചോദിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് വെള്ളത്തിന്മേൽ നടന്ന ഒരാളെ ഉണ്ടായിരുന്നു. അത് അപ്പോസ്തലനായ പത്രോസാണ്. കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു. കർത്താവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് പത്രോസ് ഒരു ചരിത്രം സൃഷ്ടിച്ചു. ഫിസിക്സിൻ്റെ നിയമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യനായ പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു. കർത്താവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അനുസരിച്ചതുകൊണ്ട്. എത്ര വലിയൊരു അത്ഭുതം പത്രോസിന് പ്രാപിക്കാൻ സാധിച്ചു. കർത്താവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അനുസരിച്ചതുകൊണ്ട് ഫിസിക്സിൻ്റെ നിയമങ്ങളെ ചിഹ്നഭിൻ തൂത്തെറിഞ്ഞുകൊണ്ട് വെള്ളത്തിന്മേൽ പത്രോസ് നടന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് വേറെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് പറയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ നിന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നതിന് പത്രോസ് പറഞ്ഞ ഉത്തരമാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു കർത്താവ്, നീ ഭാഗ്യവാൻ, നീ വെളിപ്പാട് പിതാവിൽ നിന്നാണ് പ്രാപിച്ചതെന്ന് പറയും. നമ്മൾ സുവിശേഷം മുഴുവനും നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. ഈ ലോകത്തിൽ യേശു കർത്താവ് അധികം പേരെ കോംപ്ലിമെൻ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു കയ്യിലെണ്ണാവുന്ന കേസുകളേ ഉള്ളൂ. ഒരു ശതാധിപൻ്റെ വിശ്വാസം, പിന്നെ കുറച്ച് കനാന്യക്കാരത്തെ സ്ത്രീയുടെ വിശ്വാസം, വളരെ കുറച്ച് കേസിലെ കർത്താവ് കോംപ്ലിമെൻ്റ് ചെയ്ത് പറയാൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിറ്റുവേഷന് സീമോനെ പത്രോസിനെ
ആക്ച്വലി യേശു കർത്താവ് കോംപ്ലിമെൻ്റ് ചെയ്യുവാണ്, നീ ഭാഗ്യവാൻ, നീ വെളിപ്പാട് പിതാവിൽ നിന്ന് അത്ര പ്രാപിച്ചു. നമ്മളിത് നേരത്തെ വായിച്ച വേദഭാഗങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കാം, പത്രോസ് കർത്താവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചനുസരിച്ചുകൊണ്ട് ഒരു അത്ഭുതം വെള്ളത്തിന്മേൽ നടന്നു. ഇന്ന് ഈ കേസിൽ പിതാവിൽ നിന്നൊരു യേശു കർത്താവിനെ പറ്റി ഒരു വെളിപ്പാട് പ്രാപിച്ച വ്യക്തി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്, വചന വെളിപ്പാടുമുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. അത്ഭുതം വെള്ളത്തിൻ്റെ എന്താണ് വെളിപ്പാട്, യേശു കർത്താവിനെ പറ്റിയുള്ളൊരു ക്ലിയറായിട്ടൊരു വെളിപ്പാട്, ദൈവത്തിൻ്റെ പുത്രനാണെന്ന വെളിപ്പാട് കിട്ടി യേശു കർത്താവിൻ്റെ തന്നെ ഒരു കോംപ്ലിമെൻ്റ് പ്രാപിച്ച വ്യക്തി. ആത്മീയതയിൽ ഏറ്റവും ഉന്നതയിൽ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്, വെളിപ്പാടുമുണ്ട്. കൂടുതൽ ഇപ്പം എന്നാ വേണ്ടതെന്ന് നമുക്ക് ചോദിക്കാം. ഇത് കഴിഞ്ഞ് അടുത്തൊരു വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതായത് 16-ാം അധ്യായം 22-23 വാക്യങ്ങൾ. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അതരുത്, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, കർത്താവ് ക്രൂശീകരണത്തെ പറ്റിയൊക്കെ ശിഷ്യന്മാരോട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പത്രോസ് പെട്ടെന്ന് മാറ്റി നിർത്തി, ഇതൊന്നും ഭവിക്കരുതേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് വളരെ ഡയറക്റ്റായിട്ട് പറയുകയാണ്, സാത്താനെ, നീ എന്നെ വിട്ടു പോകും, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. അത്ഭുതങ്ങളും അടയാളം വെള്ളത്തിന്മേൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചനുസരിച്ച് വെള്ളത്തിന്മേൽ നടന്ന വ്യക്തി. യേശു കർത്താവ് ദൈവപുത്രനാണെന്നൊരു വെളിപ്പാട് യേശു കർത്താവിനോട് പറഞ്ഞു, പിതാവിൽ നിന്ന് പ്രാപിച്ച് യേശു കർത്താവിനോട് പറഞ്ഞു. യേശു കർത്താവിൻ്റെ തന്നെ ഒരു കോംപ്ലിമെൻ്റ് കിട്ടിയ വ്യക്തി. പക്ഷെ ഈ വ്യക്തിയിലൂടെ പിശാച് പ്രവർത്തിച്ചു. സിമ്പത്തറ്റിക് രീതിയിൽ ഈ വ്യക്തി പത്രോസിൻ്റെ നാവിനെ പിശാച് കൺട്രോൾ ചെയ്ത് യേശു കർത്താവിനെതിരെ നിൽക്കുന്ന കാണാൻ സാധിക്കും. യേശു കർത്താവ് മനസ്സിലാക്കി ശാസിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പത്തറ്റിക് രീതിയിലാണ്, അയ്യോ എൻ്റെ കർത്താവേ, നിനക്ക് ഇങ്ങനെയൊക്കെ ഭവിക്കും, അയ്യോ ക്രൂശിൽ ആവുന്നു നിനക്ക് ഭവിക്കും. സിമ്പത്തറ്റിക് രീതിയിൽ പത്രോസിൻ്റെ നാവിനെ പിശാച് ഉപയോഗിച്ച് യേശു കർത്താവിനോട് എതിർത്ത് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും വിശ്വാസികൾ പലപ്പോഴും ശുശ്രൂഷയിലുള്ളവർ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നവർ പലപ്പോഴും അവർക്കൊരു വിചാരമുണ്ട്, അവരുടെ നാവിനെ പിശാചൊന്നും ഉപയോഗിക്കത്തില്ല. സഹോദര, ആരുടെയും നാവിനെ പിശാച് കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ പറയുന്നു, പത്രോസ് ഒരു നിസ്സാര വ്യക്തിയായിട്ടല്ല, ഒരു വലിയ അത്ഭുതം ഇവിടെ കർത്താവ് ചെയ്ത് വെള്ളത്തിന്മേൽ നടന്ന് വലിയ വെളിപ്പാട് പ്രാപിച്ച വ്യക്തിയാണ്. ഞാൻ പറയും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും വചന വെളിപ്പാടുകളും ഉള്ള ഒരു ശുശ്രൂഷകൻ. ആ ആളുടെ നാവിനെ തന്നെ പിശാച് ഒരു സിമ്പത്തറ്റിക് രീതിയിൽ ഉപയോഗിച്ച് യേശു കർത്താവിനോട് എതിർത്ത് നിന്നു യേശു കർത്താവ് മനസ്സിലാക്കി ശാസിക്കുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മുടെ രീതിയിൽ ഒരു ഹ്യൂമൻ ലോജിക്കിലോടെ പിശാച് നമ്മുടെ നാവിനെ ഉപയോഗിക്കാം, നമ്മുടെ സ്നേഹിതരുടെ നാവുകൾ ഉപയോഗിക്കാം, നമ്മളോട് എതിർത്ത് നിൽക്കുന്ന നാവുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആത്മീയതയിൽ ഉന്നതയിൽ നിൽക്കുന്ന ആളുടെ നാവിനെ ഉപയോഗിക്കാം. പക്ഷെ അത് മനസ്സിലാക്കി കർത്താവിൻ്റെ പർപ്പസ് മനസ്സിലാക്കി അതിനോട് എതിർത്ത് നിൽപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വളരെ നല്ല ഉദാഹരണമാണ്. ഇത്രയും ആത്മീയതയിൽ ഇത്രയും വെളിപ്പാടും അത്ഭുതമൊക്കെ കണ്ട ആൾ ബുദ്ധിപരമായിട്ട് പിശാച് ആ നാവിനെ ഉപയോഗിച്ചു യേശു കർത്താവിനോട് എതിർത്ത് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കാം. യേശു കർത്താവ് മനസ്സിലാക്കി ശാസിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കാം. ഓ പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ നാവിനെ വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കും. നമ്മുടെ നാവിനെ ആയിരിക്കാം ലോജിക്കലി സിമ്പത്തറ്റിക് രീതിയിൽ
നമ്മുടെ നാവിനെ, നമ്മുടെ അടുത്തുള്ള നാവിനെ പിശാച് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. നമ്മളത് മനസ്സിലാക്കി പിശാചിനോട് എതിർത്ത് നിൽക്കാം. ഇത്രയും നമ്മൾ കണ്ടു. നമ്മൾ എന്തൊക്കെ കണ്ടു? ഒരു ക്വിക്ക് റീക്യാപ്പ് നമുക്ക് നടത്താം. ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് വേണ്ടി സകലവും, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു കർത്താവാണ്. പക്ഷെ സകലവും അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും എന്നൊരു പിശാചൻ നമ്മുടെ എതിരെയുണ്ട്. യഹൂദാ ഗോത്രത്തിലെ സിംഹം നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് നടക്കുന്നൊരു പിശാചൻ നമുക്കെതിരെയുണ്ട്. പലപ്പോഴും നമ്മുടെ നാവുകൾ, നമ്മുടെ നാവായിരിക്കും, നമ്മുടെ സ്നേഹിതരുടെ നാവുകളായിരിക്കും, നമ്മുടെ അടുത്തുള്ളവരുടെ ആയിരിക്കാം, നമ്മുടെ ആത്മീയതയിൽ ഉന്നതയിൽ നിൽക്കുന്നവരുടെ നാവിനെ പിശാച് നമ്മളോട് എതിർത്ത് നിൽപ്പാൻ സാധ്യതയുണ്ട്. കാരണം വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നമ്മൾ വളരെ നല്ലൊരു ഉദാഹരണം കണ്ടു. അത്ഭുതം, യേശു കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വിശ്വസിച്ച് അത്ഭുതം പ്രാപിച്ച, വെളിപ്പാട് പ്രാപിച്ച് പത്രോസിൻ്റെ നാവിനെ പിശാച് ബുദ്ധിപരമായിട്ട് സിമ്പത്തറ്റിക് രീതിയിൽ ഉപയോഗിച്ച് എന്നാൽ യേശു കർത്താവിനെ എതിർത്ത് ശാസിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ നാവുകളെ, ആത്മീയതയിൽ ഉന്നതയിൽ നിൽക്കുന്നവരുടെ നാവുകളെ എല്ലാം പിശാച് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കി അതിനോട് എതിർത്ത് നിൽപ്പാൻ. ഇത്രയും നമ്മൾ കണ്ട ഒരു ചോദ്യമുണ്ട്, എങ്ങനെ നമ്മൾ മനസ്സിലാക്കി എതിർത്ത് നിൽക്കും, എങ്ങനെയാണ് എതിർത്ത് നിന്ന് ജയം പ്രാപിക്കുന്നത്? അതിനോട് ബന്ധപ്പെട്ട ഈ സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം നമുക്ക് കാണാം. ഈ 7-ാം വാക്യം, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. 57-ാം സങ്കീർത്തനം 7-ാം വാക്യം, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ദാവീദ് പറയാണ്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നൊരു ദൈവമുണ്ട്, പക്ഷേ എൻ്റെ സകല നന്മകളും അപഹരിക്കുന്ന ഒരു പിശാചുണ്ട്. പലപ്പോഴും നാവുകളിലൂടെ പിശാച്, മനുഷ്യരുടെ നാവുകളിലൂടെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഓ പ്രൈസ് ദി ലോർഡ്. നമുക്കും പറയാമോ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. മനസ്സ് കർത്താവിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ടാണ് നാവിലൂടെ പാട്ട്, സ്തോത്രഗീതങ്ങളും വിശ്വാസത്തിൻ്റെ വാക്കുകളും വരും. ഓ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. മനസ്സാടി നിന്നാൽ അത് വരത്തില്ല, പാട്ടും കീർത്തനവും സ്തോത്രവും വരത്തില്ല, പിറുപിറുപ്പും അതും ഇതും അതേ മുന്നോട്ട് വരത്തുള്ളൂ. മനസ്സ് ഒരു സമയത്ത് ഉറച്ചും മറ്റേ സമയത്ത് ഉറപ്പില്ലാതെ ഇരിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ പാട്ടും സ്തോത്രമല്ല, പിറുപിറുപ്പ് ഇതും മാത്രമേ വരത്തുള്ളൂ. പക്ഷെ ദാവീദിനെ പോലെ നമുക്കും പറയാമോ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ദാവീദ് പറയാം, എന്നെ സകലവും നിർവഹിക്കുന്നൊരു ദൈവമുണ്ട്, പക്ഷെ എതിർത്ത് നിൽക്കുന്ന ഒരു പിശാചുണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സ്, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. പലപ്പോഴും നമ്മുടെ മനസ്സ് കുറച്ച് സർട്ടൻ എക്സ്റ്റൻറ്റ് ഉറച്ചിരിക്കുകയായിരിക്കാം, കുറേയൊക്കെ ഉറപ്പ് കാണും, അതുകൊണ്ട് കുറച്ച് സമയത്ത് സ്തോത്രമൊക്കെ വരുമായിരിക്കും, കുറച്ച് സമയത്ത് പിറുപിറുപ്പും വരാം. പക്ഷെ ദാവീദിനെ പോലെ നമുക്കും പറയാമോ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. മനസ്സുറച്ചിരുന്നാലേ, കർത്താവിങ്കിൽ ഉറച്ചിരുന്നാലേ പാട്ടും സ്തോത്രവും വരത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ശരിയായ രീതിയിൽ കർത്താവിങ്കിൽ ഉറച്ചിരുന്നെങ്കിൽ പിറുപിറുപ്പും ഇതുവേ വരത്തുള്ളൂ. ദാവീദിനെ പോലെ നമുക്കും പറയാമോ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഈ മനസ്സുറച്ചിരിക്കുന്നതിനെ പറ്റി കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഭാഗം വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ.
നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടത് തിരിച്ചുറ്റി നടക്കും. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. അവസാനത്തെ പോയിന്റ് നമുക്കൊന്ന് വായിക്കാം. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. പലപ്പോഴും നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ, പക്ഷേ ഈ പോർഷൻ സ്പെസിഫിക്കായിട്ട് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. വിശ്വാസം നമുക്ക് സ്ഥിരം ഉണ്ടോ? വിശ്വാസത്തിൽ അസ്ഥിരത നമുക്കുണ്ടോ? പലപ്പോഴും വിശ്വാസമുണ്ട്, പക്ഷെ പലപ്പോഴും സ്ഥിരത അത്രയും കാണുന്നില്ല. അതുകൊണ്ട് നാവിൽ നിന്ന് പാട്ടും സ്തോത്രവും അധികം വരുന്നില്ല. സ്പെസിഫിക്കായിട്ട് ഈ വചനം പറയാം, ശത്രുവിനോട് എതിർത്ത് നിൽപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരം ഉള്ളവരായി നമുക്ക് എതിർത്ത് നിൽപ്പാം. സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പറയാം, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി, സ്ഥിരതയുള്ളവരായി നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ. അപ്പം ഇങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി മനസ്സ് കർത്താവെങ്കിൽ ഉറച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കുകളും വിശ്വാസത്തിൻ്റെ വാക്കുകളും സ്തോത്രഗീതങ്ങളും പുറപ്പെടും. അത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വേദഭാഗം കൂടെ വായിച്ച് ക്ലോസ് ചെയ്യാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6:45 നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ നിറയുന്ന കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നു. ഹൃദയത്തിൽ സ്ഥിരതയുള്ള വിശ്വാസമുണ്ടെങ്കിൽ വായിൽ നിന്ന് പാട്ടും സ്തോത്രങ്ങളും വിശ്വാസത്തിൻ്റെ വാക്കുകളും വരും. ഹൃദയത്തിൽ ഒരു സമയത്ത് വിശ്വാസം, മറ്റു സമയത്ത് ആടുന്ന വിശ്വാസമാണെങ്കിൽ ഫലത്തിൽ സ്തോത്രം ഗീതമല്ല പിറുപിറുപ്പും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വരും. നമുക്കറിയാം, സ്പെസിഫിക്കായിട്ട് ക്ലിയറായിട്ട് നമുക്കുണ്ട്, എല്ലാം നിർവഹിക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. സകലവും മോഷ്ടിപ്പാൻ നോക്കുന്നൊരു പിശാച് നമുക്കെതിരെയുണ്ട്. പലപ്പോഴും മനുഷ്യരുടെ വാക്കുകളാലും നമ്മുടെ വാക്കുകളാലും അവിശ്വാസത്തിൻ്റെ വാക്കുകളാലും ആത്മീയതയിൽ ഉന്നതയിൽ നിൽക്കുന്നവരുടെ നാവിനെ തന്നെ നമ്മൾ ഉപയോഗിച്ച് പുറകോട്ട് വലിക്കാൻ പിശാച് നോക്കും. പക്ഷെ അതെങ്ങനെ നമ്മൾ എതിർത്ത് നിൽക്കണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എതിർത്ത് നിൽപ്പിൻ. സ്ഥിരമുള്ളവരായി നമ്മുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ, സ്തോത്രഗീതങ്ങളും വരട്ടെ. ദാവീദിനെ പോലെ നമുക്കും പറയാം, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്കും ദാവീദിനോട് കൂടെ പറയാമോ? എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. മനസ്സ് കർത്താവെങ്കിൽ ഉറച്ചിരിക്കട്ടെ. ആ ഉറപ്പ് വർദ്ധിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരത വരട്ടെ. അപ്പോൾ നമ്മുടെ നാവിൽ ഓട്ടോമാറ്റിക്കായി വിശ്വാസത്തിൻ്റെ വാക്കുകൾ, സ്തോത്രഗീതങ്ങളും വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പാം. അങ്ങനെ നമ്മുടെ വാഗ്ദത്തങ്ങളും സകല അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാൻ ഒരിക്കൽ കൂടെ ദാവീദിനോട് കൂടെ നമുക്കും പറയാം, മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഏതെങ്കിലും സമയത്തിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വചനം ക്രിയ ചെയ്യുന്നതിനെ സ്തുതിക്കുന്നു. പിശാചിന് നമ്മുടെ നന്മകളെ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പാ, അങ്ങെങ്കിലോട്ട് മാത്രം നോക്കി വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കും. ദാവീദിനെ പോലെ ഞങ്ങളും പറയട്ടപ്പാ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. പലപ്പോഴും ഞങ്ങളുടെ മനസ്സുറച്ചിരിക്കുകയല്ലപ്പ. പലപ്പോഴും നമ്മുടെ വാക്കുകളാലും ഞങ്ങളുടെ അടുത്തുള്ളവരുടെ വാക്കുകളാലും ഞങ്ങളെ പുറകോട്ട് പിശാച് വലിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ പുറകോട്ട് വലിയപ്പെടും. അത് ഞങ്ങൾക്ക് വേണ്ട.
ഞങ്ങൾ അങ്ങേങ്കിൽ ഞങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസത്തിൽ സ്ഥിരത വരട്ടെ. അത് ഞങ്ങളുടെ വാക്കുകളിൽ പ്രതിഫലിക്കട്ടെ. വിശ്വാസത്തോടെ പിശാചിനോട് എതിർത്ത് ഞങ്ങളുടെ സകല വാഗ്ദത്തങ്ങളും പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ദാവീദിനെ പോലെ ഞങ്ങളും കോൺഫിഡൻസോടെ പറയട്ടെ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കാൻ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാ പ്രവർത്തിച്ചിരിക്കാൻ സ്തുതിക്കുന്നു. എല്ലാം നസ്രാന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.